കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Welcome back to IGNO Focus 4.0 Previous Year Question Paper Ultimate Analysis. IGNO മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് ഫോർ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ്. MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ MMT 003 ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പറാണ് നമ്മളിവിടെ അനാലിസിസിന് വെച്ചിരിക്കുന്നത്. അപ്പൊ അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈ ഈൽഡ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ ടാർഗറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സെഷനാണ് ഇത്. ഓക്കെ, ആസ് യു ഓൾ നോ, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ഓവർവ്യൂ തരുന്നതാണ്. അതായത് ഓരോ സിലബസിലെ ബ്ലോക്സിലും യൂണിറ്റ്സിലും ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത്. ദെൻ വിൽ മൂവ് ഓൺ ടു എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, അതിന്റെ ട്രെൻഡ്സ് എങ്ങനെയാണ്, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിനാണോ അതോ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസിനാണോ ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ, ഇങ്ങനെയുള്ള അനാലിസിസ് ആണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ വിൽ ബി മൂവിംഗ് ഓൺ ടു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ തവണ അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇതിന്റെ നമ്പർ ഓഫ് ടൈംസ് എത്രയൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ എന്ന് പറയുന്നത്. Then we'll move on to topic probability and predictions. നമ്മളിപ്പോ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിനും എത്ര പ്രോബബിലിറ്റി ആണ് ഉള്ളത്, ഏതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ അനലൈസ് ചെയ്യുന്നുണ്ടാവാം. Then we'll give a more predictive paper. ഒരു predictive പേപ്പർ എക്സാമിന് വേണ്ടിയിട്ട് ഈ ജൂൺ 2025 ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പർ എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇതുവഴി നമുക്ക് കിട്ടും. ഇനി പിന്നെ നമ്മൾ നോക്കുന്നുണ്ടാവുക മെത്തഡോളജി കോൾ ഔട്ട് ആണ്. അതായത് നമ്മുടെ റീസൺസ് ട്രെൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പാറ്റേൺ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. So first one is syllabus mapping by blocks, units, topics with exam relevance. So first block നമ്മുടെ ഗ്രൂപ്പ് തിയറിയുടെ ബ്ലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഗ്രൂപ്പ് തിയറി, ഗ്രൂപ്പ് ആക്ഷൻസ്, സൈലോ തിയറംസ്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ആ ടോപ്പിക്സിൽ നമ്മുടെ നോർമൽ സബ് ഗ്രൂപ്പ്സ്, കോഷ്യൻ ഗ്രൂപ്പ്സ്, ഓർബിറ്റ് സ്റ്റെബിലൈസേഴ്സ്, ക്ലാസ് ഇക്വേഷൻസ്, സൈലോസ് സബ് ഗ്രൂപ്പ്സ് ഓർ ആപ്ലിക്കേഷൻസ്, ഇതെല്ലാം 12, 10, 11 എന്ന് പറഞ്ഞ തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ റെലവൻസ് ആണ് ഉള്ളത്. പിന്നെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ബ്ലോക്കിലെ മെട്രിക്സ് ഗ്രൂപ്പ്സിൽ ലീനിയർ ആൻഡ് ഓർത്തോഗണൽ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ അബീലിയൻ ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് പ്രസന്റേഷൻ, സെമി ഗ്രൂപ്പ്സ്, ഇങ്ങനെ വരുന്ന ഇതില് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി സ്പെഷ്യൽ ഗ്രൂപ്പ്സിലെ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന സ്ട്രക്ചർ തിയറംസ്, അബീലിയൻ ഗ്രൂപ്പ്സിലെ സ്ട്രക്ചർ തിയറംസ് ആണ്. അത് 13 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മീഡിയം ടൈം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ലീനിയർ ആൻഡ് ഓർത്തോഗണൽ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്സ് ആൻഡ് ജനറേറ്റേഴ്സ്, ഇതാണ് മീഡിയം ആയിട്ടുള്ള റെലവൻസ് ഉള്ളത്. ഒരു 8 തവണ 7 തവണ എന്നുള്ള രീതിയിൽ അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെമി ഗ്രൂപ്പ്സ്, ഫ്രീ ഗ്രൂപ്പ്സ് ഓർ ഓട്ടോമേറ്റഡ് ഡേറ്റ എന്ന് പറയുന്ന ഓട്ടോമാറ്റ എന്ന് പറയുന്ന ഒരു 4 ടൈംസ് ഒക്കെ. പിന്നെ ലോ പ്രയോറിറ്റി ആണ് എന്നുണ്ടെങ്കിലും അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യമൊക്കെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ റിംഗ് തിയറിയിൽ, ബേസിക് റിംഗ് തിയറിയിൽ വരുമ്പോഴത്തേനും റിംഗ്സ്, ഐഡിയൽസ്, കോഷ്യൻ റിംഗ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു മീഡിയം അനാലിസിസേ ഉള്ളൂ. പക്ഷെ മീഡിയം ആണ് എന്ന് പറഞ്ഞെങ്കിലും 9 തവണയൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. മറ്റേ ഒരു സെഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇന്റഗ്രൽ ഡൊമൈൻസും കോൺഗ്രുവൻസസും വരികയാണെങ്കിൽ ചൈനീസ് റിമൈൻഡർ, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി, യൂക്ലീഡിയൻ, PID, UFD എന്നൊക്കെ പറയുന്നത് 11 ടൈംസും 10 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ പ്രിഫറൻസ് ആണ് ഉള്ളത്.
പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫീൽഡ് തിയറിയിലേക്ക് വരുമ്പോഴത്തേനും ഫീൽഡ് തിയറിയിൽ ഓൾജിബ്രൈക് ആൻഡ് എക്സ്റ്റൻഷൻ ഫീൽഡ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ഫീൽഡ് തിയറിയിൽ 12 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാലോയ്സ് തിയറി, നോർമൽ സെപ്പറബിൾ ഗാലോയ്സ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 14 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിനും മീഡിയം ആയിട്ടുള്ള റെഫറൻസ് അല്ലെങ്കിൽ റെലവൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ബാർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് തിയറി, ഫീൽഡ് തിയറി, അതുപോലെ റിംഗ് തിയറി, സ്പെഷ്യൽ ഗ്രൂപ്പ്, സെമി ഗ്രൂപ്പ്സ് എന്നടങ്ങുന്ന ഈ ബ്ലോക്സിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിരിക്കുന്നത് ഫീൽഡ് തിയറിയിൽ നിന്നാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് റിലേറ്റീവ്ലി വന്നിട്ടുള്ളത് ഗ്രൂപ്പ് തിയറിയാണ്, ദെൻ സ്പെഷ്യൽ ഗ്രൂപ്പ്സ്, അത് കഴിഞ്ഞിട്ട് റിംഗ് തിയറി. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഫീൽഡ് തിയറി ആണ്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് തിയറിക്കും സ്പെഷ്യൽ ഗ്രൂപ്പ്സിനും സെമി ഗ്രൂപ്പ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ ഒരു സെഷനിൽ. അപ്പൊ നമ്മുടെ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് മാപ്പിന്റെ കുറച്ചും കൂടെ ഇലാബറേറ്റഡ് വേർഷൻ ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ 3 എന്ന് കൊടുത്തിരിക്കുന്നത് ഹയർ ഫ്രീക്വൻസി ഉള്ളതാണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ 3 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് തിയറിയിൽ തന്നെ ആ ഒരു ബ്ലോക്കിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 2ഉം യൂണിറ്റ് 3യും അതുപോലെ തന്നെ ബ്ലോക്ക് 2വിലെ യൂണിറ്റ് 5 ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം യൂണിറ്റ് 9, യൂണിറ്റ് 10, ദെൻ യൂണിറ്റ് 11, യൂണിറ്റ് 13. അപ്പൊ നിങ്ങൾ യൂണിറ്റ് വൈസ് ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കിയിട്ട് യൂണിറ്റ് വൈസ് റെലവൻസ് നോക്കിയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മീഡിയം പ്രയോറിറ്റിയിലുള്ള ഗ്രൂപ്പ്സും അത് നോക്കിയിട്ട് പഠിക്കണം. ഇനി അതല്ല നിങ്ങൾ ടോപ്പിക്സ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കണം. ഇത് നിങ്ങൾ യൂണിറ്റ് ആസ് എ ഹോൾ മൊത്തത്തിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിലെ എല്ലാ കൺസെപ്റ്റും നിങ്ങൾ കവർ ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ യൂണിറ്റ് മൊത്തത്തിൽ പഠിച്ചാൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പൊ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഗലോയ്സ് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന യൂണിറ്റ് 13ലെ ആ ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. ഹയസ്റ്റ് അപ്പിയറൻസ് ആണ്, 14 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതൊരു കോംപ്ലക്സ് ഫീൽഡ് തിയറി പ്രോബ്ലംസ് ആണ്. ആ ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഗലോയ്സ് എക്സ്റ്റൻഷൻ എന്ന് വരുന്നത്. പിന്നെ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ്സ് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നത് തന്നെയാണ്. അബീലിയൻ ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് യൂണിറ്റ് 5 അതിന്റെ സ്ട്രക്ചർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് വീണ്ടും 13 ടൈംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ സൈലോസ് തിയറം എന്ന് പറയുന്നത് റെഗുലർലി അതൊരു 11 പ്രാവശ്യമൊക്കെ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സബ് ഗ്രൂപ്പ് ഒക്കെ സോൾവ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. നോർമലി നിങ്ങൾക്ക് പ്രൂഫ് ഓർ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 to 10 മാർക്സ് റേഞ്ചിൽ വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 100 to 250 വേർഡ്സ് ഒക്കെയാണ് അതിൽ വേണ്ടത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം 2 to 6 മാർക്സ്, 50 to 150 വേർഡ്സ്. പിന്നെ ഷോർട്ട് ഡെഫിനിഷൻ, ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയും 2 to 4 മാർക്സ്, 30 to 70 വേർഡ്സ്. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് 2 മാർക്സ് ആണ്. അതിനൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് വേണ്ടത്. ലെങ്ത് അല്ല ഉദ്ദേശിക്കുന്ന, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രൈബ് ആണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്. ഇനി പ്രൂഫ് ഓർ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റിഗർനെസ്, അങ്ങനത്തെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൂഫ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതിനൊരു 5 to 10 മാർക്സ് ആണ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റിലുള്ള ഡെപ്ത്, ആക്യുറസി, ക്ലാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് മാത്തമാറ്റിക്കലുള്ള ഓഗ്മെന്റേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എബിലിറ്റിയെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് പ്രൂഫ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ആൻസേഴ്സ് ആണ് അതിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡോണ്ട് ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ബ്രീഫ് ചെയ്ത് എഴുതുന്നതിനെയല്ല, ബ്രീഫ് ആണ് ബട്ട് പ്രിസൈസ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാനാണ് പ്രൂഫ്സ് ആൻഡ് തിയറി. പിന്നെ അത് ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആണ്. പ്രൂഫ്സ് തിയറി എന്നൊക്കെ പറയുന്നത് ഓൾറെഡി ഉള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഇനി അടുത്തത് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ ആക്യുറസി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വഴി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, പ്രിസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പല രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് തിയറി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെ സോൾവ് ചെയ്യുന്നു, എങ്ങനെ ക്വസ്റ്റ്യനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പൊ 2 to 6 മാർക്സ് ആണ്. ചിലപ്പം 6 മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും കുറച്ച് കാണണ്ട, കൂടുതൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 6 മാർക്സ് ആയിരിക്കും.
കൂടുതൽ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റെപ്സ് കൂടുതലൊക്കെ വരുന്നതാണ്. കാരണം നിങ്ങൾ സബ്ജക്ട് എക്സ്പേർട്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്സ് നിങ്ങൾക്ക് അതിൽ എഴുതേണ്ടതായിട്ട് വരും. ഗീവ് സൊല്യൂഷൻസ് ഇൻ എ കൺസൈസ് മാനർ. നല്ലൊരു കൺസൈസ് ആയിട്ട് ബോക്സ് ചെയ്ത് വെക്കുക സൊല്യൂഷൻസ് ഒക്കെ. ഓക്കെ, ഇനി ഷോർട്ട് ആൻസർ ഒരു ഡെഫിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റ്, നിങ്ങൾക്ക് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ അനാലിസിസ് ആണ് നമ്മൾ ആ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കൺസെപ്ച്വൽ ക്ലാരിറ്റി. അതിന് നിർബന്ധമാണ്. ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ വേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നല്ല ഡയറക്റ്റ് ആയിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് എഴുതുക എന്നുള്ളത്. ടിപ്പിക്കലി 30 to 70 വേർഡ്സ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ലൈൻസ് എഴുതണം എന്നുള്ളത്. ആ ഒരു ഇതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. 2 to 4 മാർക്സേ കിട്ടാനുള്ളൂ. നിങ്ങൾ അത് കൂടുതൽ എഴുതി വെച്ചത് കൊണ്ട് കൂടുതൽ മാർക്ക് അങ്ങനെയില്ല. മാക്സിമം 4 മാർക്സേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഇതിനകത്ത് നിന്നുകൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് അനലിറ്റിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ റീസണിങ് സ്കില്ലിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആണോ അല്ലയോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി തന്നെയാണ്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ വരുന്നത്. 2 മാർക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എഴുതുക, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഇനഫ്, അത് മതി. കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയാ, അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യുക. നമ്മളുടെ ആൻസർ എന്തുകൊണ്ട് യെസ്, എന്തുകൊണ്ട് ട്രൂ, എന്തുകൊണ്ട് ഫോൾസ് എന്ന് പറയാ, അതുകൊണ്ട് ഖത്തമാക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് 16 മാർക്സ് പെർ പേപ്പർ ആണ് നമുക്ക് ഇതാക്കാൻ പറ്റുന്നത്. അതായത് 32% ടോട്ടൽ ഷെയറിന്റെ 32% ഗ്രൂപ്പ് തിയറിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മാർക്ക് കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഗ്രൂപ്പ് തിയറിയിൽ നിന്നാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫീൽഡ് തിയറിയിൽ നിന്നായിരിക്കാൻ വന്നിട്ടുണ്ടാവുക, പക്ഷെ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പ് തിയറി പഠിച്ചപ്പെടാൻ. മനസ്സിലായത്? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ആവറേജ് മാർക്ക്. അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, 1 മാർക്കേ അതിന് കിട്ടാനുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് തിയറി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അതിന് ഏറ്റവും കൂടുതൽ ഷെയർ ഓഫ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഫീൽഡ് തിയറി പഠിച്ച എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണോ അതോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണോ, ഏത് ഫീൽഡാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വേണം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. അപ്പൊ ഗ്രൂപ്പ് തിയറിന് 32% ആണ്. ബാക്കി 2 റിംഗ് തിയറിയും അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 20% ആണ്. മറ്റേത് ഫീൽഡ് തിയറി 28%. ഈ ഗ്രൂപ്പ് തിയറിയും ഫീൽഡ് തിയറിയും അത്ര ഭയങ്കര വ്യത്യാസമൊന്നും വരുന്നില്ല. കണ്ടോ, 16ഉം 14ഉം ആണ്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഫീൽഡ് തിയറിക്കാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ എന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് തിയറിയിൽ നിന്നാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിക്കണം. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു അനാലിസിസ് ആണ്. എങ്ങനെയാണ് പ്രൂഫ് തിയറി അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ആ ഒരു ട്രെൻഡാണ്, ഗ്രാഫിന്റെ ട്രെൻഡാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൂഫ് ഓർ തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൂഫ് ഓർ തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡിക്ലിനേഷൻ വന്നാലും നോക്കൂ, ആ 40യുടെ എവിടേക്കൊന്നും അത് ഡിക്ലൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോമിനന്റ്ലി ഏറ്റവും കൂടുതൽ പ്രൂഫ് ഓർ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പേപ്പറിനകത്ത് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്, ഒരു 40 to 45%. പക്ഷെ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ഒരു ഡിക്ലിനേഷൻ ഉണ്ട്, പക്ഷെ ഒരു മോഡസ്റ്റ് ഷിഫ്റ്റ് ആണുള്ളത്. കണ്ടോ, ഇതുപോലൊരു ഡിക്ലിനേഷൻ ഉണ്ട്, എന്നാൽ ഒരു ഷിഫ്റ്റ്, ഒരു ചെറിയൊരു പീക്കും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
പിന്നെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി ഇങ്ങനെ കുറഞ്ഞു കൂടി എങ്ങനെയായിരുന്നു അതിന്റെ ട്രെൻഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി അതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ എക്സാമിന് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രൂഫ് ഓർ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ സിഗ്നിഫിക്കന്റ്ലി കാണാവുന്നത് എന്നുള്ളത് കൊണ്ടും അത് മനസ്സിലാക്കാനായിട്ടും എഴുതാനായിട്ടും അത്യാവശ്യം സമയമെടുക്കും എന്നുള്ളത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 90 മിനിറ്റ്സ്, ഇപ്പൊ ഒരു 100 മാർക്കിന്റെ 3 അവർ പേപ്പറാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 90 മിനിറ്റ്സ് നിങ്ങൾ ആ ഒരു ഏരിയക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പ്രൂഫ് ഓർ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അവിടുന്ന് അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിനാണ്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലം ഇരുന്ന് ആലോചിക്കാനുള്ള സമയമല്ല നിങ്ങൾക്ക് 50 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ആലോചിക്കലും കണ്ടുപിടിക്കലും കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ഓൾറെഡി ഒന്ന് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സ്ട്രക്ചർ ചെയ്ത് ആൻസർ എഴുതാനുള്ള സമയമാണ് ഈ 50 മിനിറ്റ്സ് എന്ന് പറയുന്നത്. കാരണം ആൻസർ എഴുതി എത്തണമല്ലോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഓൾജിബ്രയിലൊക്കെ നമുക്ക് ആൻസേഴ്സ് എഴുതി എത്തിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉള്ള രീതിയിൽ വരുന്നുണ്ടാവുക. അപ്പൊ ആൻസർ എഴുതി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 50 മിനിറ്റ്സ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതും സ്ട്രക്ചർ ചെയ്യുന്നതും കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോഴാണ് ചെയ്യേണ്ടത്. പിന്നെ 25 മിനിറ്റ്സോളം നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ്, പിന്നെ ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യനൊക്കെ 15 മിനിറ്റ്സ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാം. ബാലൻസ് വരുന്ന എത്ര ടൈമാണ്? ബാലൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ബാലൻസ് വെക്കണം, എങ്കിലേ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എക്സാം എഴുതി അത്യാവശ്യം പരിചയമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് റിവ്യൂ ടൈം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. കാരണം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാലും അത് വന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് സം ബാലൻസ് ടൈം. ബാലൻസ് ടൈം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എക്സാമിന്. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? ലിസ്റ്റ് ഓൾ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് എ സ്പെസിഫിക് ഓർഡർ അപ് ടു ഐസോമോർഫിസം. ഐസോമോർഫിസത്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന അത് 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ ഗിവൺ പോളിനോമിയൽ ഓവർ ക്യൂ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ സബ് ഗ്രൂപ്പ് ഓഫ് എ സ്മോളസ്റ്റ് പ്രൈം ഇൻഡെക്സ് ഇസ് നോർമൽ 8 times. Find the silo subgroups of the group of a specified order. State and use the quadratic reciprocity law. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് പഠിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ ഒരു ഏരിയയിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കമ്പ്യൂട്ട് ദ യൂണിറ്റ്സ് ഓഫ് Z by NZ for a given integer n. Prove that the finite extensions of the field are algebraic. Compute the Legendre symbol for given integers. Define and illustrate the concept of normal subgroups. ഗ്രൂപ്പ് തിയറി ആ ഒരു ഏരിയയിൽ വരുന്ന ഗ്രൂപ്പ് വരുന്ന സംഭവമാണ്. ഡിറ്റർമൈൻ ഇറഡ്യൂസിബിലിറ്റി ഓഫ് പോളിനോമിയൽസ് ഓവർ സ്പെസിഫിക് ഫീൽഡ്സ്. ഇതൊക്കെ 6 times 7 times ഒക്കെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ഫ്രീക്വൻസി ടേബിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 times അപ്പിയർ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ആവറേജ് 4 മാർക്സേ നമുക്ക് അതിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പക്ഷെ 9 times അപ്പിയർ ചെയ്തിരിക്കുന്ന ഡിറ്റർമൈൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഫീൽഡ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറയുന്ന ആവറേജ് 6 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടും. 2 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഈ 2 മാർക്ക് 1 മാർക്കിന്റെ ഒക്കെ വ്യത്യാസം നമുക്ക് എപ്പോഴാ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാന്നറിയോ? നമുക്ക് പാസ് ആവാനായിട്ട് 1 മാർക്ക് 2 മാർക്കൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആവറേജ് മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്ത് പഠിക്കണം. ബാക്കി നോക്കുമ്പോഴത്തേനും 5, 4, 3 ആ റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത്. അത് പക്ഷെ ഡിഫറൻസസ് കൂടുതലാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഒരു 5 മാർക്സ് 3 മാർക്സ് 4 മാർക്സ് ഒക്കെയാണ് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെയാണ് ഇനി എക്സാമിന് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ടൈം ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 5 മിനിറ്റ്സ് ഈച്ച് ക്വസ്റ്റ്യന് 5 മിനിറ്റ്സ്. വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എത്ര സമയം നിങ്ങൾ വീട്ടിലെടുക്കുന്നോ അതിന്റെ കുറവ് സമയമേ എക്സാമിന് എടുക്കാനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ടൈംഡ് ആയിട്ട് എക്സാം പ്രഷറിൽ എക്സാം കണ്ടീഷനിൽ ഞാൻ എക്സാം എഴുതാണെന്ന് വിചാരിച്ചിട്ട് ടൈമർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് സമയം പ്രോബ്ലം സോൾവ് ചെയ്യാനോ എടുക്കാനോ ഉള്ള ഒരു നേരം നമുക്ക് എക്സാമിന്റെ ഇടയ്ക്ക് ഇല്ല. വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള സ്കോപ്പ് ഉണ്ട്. ചെയ്ത് പഠിച്ച് ഒരു അത്യാവശ്യം ഒരു സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോ ക്വസ്റ്റ്യന് ഇത്ര ടൈം വെച്ചിട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ റെഗുലർ റിപ്പീറ്റേഷൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 to 3 times നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അത് നമ്മുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും.
പിന്നെ വേരിയഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ്, അതായത് നമ്മൾ ഓരോ പ്രിൻസിപ്പൽസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തിയററ്റിക്കൽ സിനാരിയോസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതൊരു വിഷ്വലൈസേഷൻ ഗ്രാഫ് ആണ്. എങ്ങനെയാണ് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ആ റെക്കറിംഗ് ക്വസ്റ്റ്യന്റെ എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെന്റേജ് തന്നെയാണ് വരുന്നത്. അത് ജസ്റ്റ് നമ്മളൊരു പൈ ചാർട്ട് പോലെ ഒരു പെർസെന്റേജ് ലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻ അനാലിസിസ്, ഇതൊക്കെയാണ് ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിൽ ഹൈ, മീഡിയം, ലോ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രോബബിലിറ്റി ചാർട്ട് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ 100% പ്രോബബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഹൈ പ്രിഫറൻസ് ആണ് ഉള്ളത്. പിന്നെ ഹൈ പ്രിഫറൻസ് ഉള്ളത് സൈലോ സബ് ഗ്രൂപ്പ്സ് ആണ്, അത് 80% ആണ്. പിന്നെ നോർമൽ സബ് ഗ്രൂപ്പ്സും കോയിഫിഷ്യൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കോഷ്യൻസ് ആണ് വരുന്നത് 80% എന്ന് പറയുന്നത്. പിന്നെ 60% എന്ന് പറയുന്നത് ക്ലാസ് ഇക്വേഷൻസ് ഓർ ഓർബിറ്റ്സ് എന്ന് പറയുന്നതാണ്. പിന്നെ ഓർത്തോഗണൽ ലീനിയർ ഗ്രൂപ്പ്സ് ഒക്കെ 40% ആണ്. സ്റ്റിൽ നമുക്കതും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് പഠിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം HB ഒക്കെ നമ്മൾ, അതായത് ഹെൽപ്പ് ബുക്ക് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാതിന്റെ, കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാതിരിക്കരുത്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹൈ പ്രോബബിലിറ്റിയിലുള്ളത് സ്പെഷ്യൽ ഇന്റഗ്രൽ ഡൊമെയിൻസ് വരുന്നത്, കോൺഗ്രുവൻസസ്, പിന്നെ അതുപോലെ തന്നെ ഗാലോയ്സ് തിയറി, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഫീൽഡ് തിയറി എന്ന് വരുന്ന പോർഷൻസ് ആണ്. അപ്പം ഈ നമ്മൾ ഹൈ പ്രിഫറൻസിൽ കൊടുത്തിരിക്കുന്നത് 5 എക്സാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം ചോദിച്ചതിനെയാണ് നമ്മൾ ഹൈ പ്രിഫറൻസ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 5 പ്രാവശ്യം ചോദിച്ചതിൽ 5 പ്രാവശ്യം എക്സാം ഉണ്ടായതിൽ 3 പ്രാവശ്യം ചോദിച്ചതിനെയാണ് നമ്മൾ സെക്കൻഡ് മീഡിയം പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 40% വരുന്നതാണ്. അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? നോർമൽ സബ് ഗ്രൂപ്പ്സ് ആൻഡ് കോഷ്യൻ ഗ്രൂപ്പ്സ്, സൈലോ തിയറംസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്, അബീലിയൻ ഗ്രൂപ്പ്സ് ആൻഡ് സ്ട്രക്ചർ തിയറം, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി, PID, UFD, ഗാലോയ്സ് എക്സ്റ്റൻഷൻസ് ആൻഡ് ആൾജിബ്രായിക് എക്സ്റ്റൻഷൻസ്, അതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ റിംഗ്സ് ആൻഡ് ഐഡൽസ്, സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആൻഡ് ക്ലാസ് ഇക്വേഷൻസ്. ഇത് മീഡിയം പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ഓർത്തോഗണൽ ഓർ ലീനിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ഗ്രൂപ്പ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ HB എങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം കൺസെപ്റ്റ് എങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ, എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അതിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സ്ഡ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് ഇപ്പൊ മെട്രിക്സ് ഗ്രൂപ്പും ഒരു ഏരിയ നമ്മുടെ നേരത്തെ ചോദിച്ച റിംഗ്സോ ഐഡൽസോ ആണെന്നുണ്ടെങ്കിൽ റിംഗ്സ് ഐഡൽസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ മെട്രിക്സ് ഗ്രൂപ്പ് പഠിക്കാത്തത് കൊണ്ട് ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണമെന്ന് പറയുന്നത്. ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. ഇതിപ്പം ഹൈ പ്രോബബിലിറ്റിയിൽ കാണിക്കുന്നത് ഗ്രീൻ കളർ, ഓറഞ്ച് കളർ എന്ന് പറയുന്നത് മീഡിയം, റെഡ് എന്ന് പറയുന്നത് ലോ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. 2 hours ആണ്, മാക്സിമം 50 മാർക്സ് ആണ്. Question number 1 is compulsory and answer all the 4 questions from 2 to 6. Calculators are not allowed. Show all the steps involved in every solution you do. എല്ലാ സ്റ്റെപ്പും കാണിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഇസ് കമ്പൽസറി ക്വസ്റ്റൻ ആണ്, 10 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ്. അതിൽ സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്, ജസ്റ്റിഫൈ ഈച്ച് വിത്ത് എ ഷോർട്ട് പ്രൂഫ് ഒരു കൗണ്ടർ എക്സാമ്പിൾ. കൗണ്ടർ എക്സാമ്പിൾ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ പ്രൂഫ് കാണിച്ചാലും മതി. ഏതെങ്കിലും ഒരു രീതിയിൽ അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യണം. Every subgroup of index 2 is normal in a group.
all finite groups of primed square order are abelian. Any polynomial of degree 2 over a field of characteristic 0 is separable. A ring homomorphism always maps identity to identity. In any integral domain, irreducible elements are always prime. ഇത്രയും ആണ് നിങ്ങൾക്ക് 10 മാർക്സിൽ ആ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. 1, 2, 3, 4, 5. അപ്പോ 5 into 2 10 മാർക്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്നത്. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റിഫൈ ചെയ്യണം. നിർബന്ധമായിട്ട് നിങ്ങൾ ജസ്റ്റിഫിക്കേഷൻ ചെയ്യണം. 2 മാർക്സ് ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യാതിരിക്കരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ചെയ്തെങ്കിലേ ഈ 2 മാർക്സ് കിട്ടത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് ലെറ്റ് G be a finite group of order 35. Determine the number and the structure of silo subgroups of G. Can such a group be simple? Explain ചെയ്യേണ്ടതാണ്. സൈലോ തിയറംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Determine the splitting field over Q of a polynomial x square minus 4. Also compute its degree. നമ്മൾ നേരത്തെ സ്പ്ലിറ്റിംഗ് ഫീൽഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആവറേജ് മാർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ, 5 മാർക്സ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്പ്ലിറ്റിംഗ് ഫീൽഡിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, പോളിനോമിയലിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ SAQലും പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ എൻഡിലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പ്രീവിയസ് ഇയർ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SAQ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് പഠിച്ചാലും മതി. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് കിട്ടും. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയാൽ 5 മാർക്ക് ഫുള്ള് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ലിസ്റ്റ് ഓഫ് ഓൾ അബീലിയൻ ഗ്രൂപ്പ്സ് അപ് ടു ഐസോമോർഫിസം ഓഫ് ഓർഡർ 2 ക്യൂബ് ക്രോസ് 3 സ്ക്വയർ. ജസ്റ്റിഫൈ യുവർ ക്ലാസിഫിക്കേഷൻ യൂസിംഗ് ദ ഫണ്ടമെന്റൽ തിയറം. അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. Prove that a field extension obtained by adjoining the roots of an irreducible polynomial is a simple algebraic extension. Illustrate with an example. Okay, എക്സാമ്പിളിൽ വെച്ചിട്ട് algebraic extension എന്ന് പറയുന്ന ആ ബ്ലോക്ക് 4ൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, മറ്റേത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടല്ലോ. ലിസ്റ്റ് ഔട്ട് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നല്ല ഡീപ്പായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ, abiding into the time limit. Okay. ഇനി define and illustrate the concept of orbit and stabilizer for an action of S4 symmetric group on 4 elements on the set 1, 2, 3, 4. Determine the orbit and stabilizer of the element 2. സെക്കൻഡ് എലമെന്റിന്റെ ഓർബിറ്റും സ്റ്റെബിലൈസറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് 2 എന്ന് പറയുന്നത്. ഇനി യൂസ് ദ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി law to evaluate 41/97. Clearly state each step involved. കോൺഗ്രുവൻസസ് നിന്ന് വരുന്നതാണ് റെസിപ്രോസിറ്റി. നമ്മുടെ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ലോയിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഈ ഒരു 4th ക്വസ്റ്റ്യൻ. ഈ 5th ക്വസ്റ്റ്യൻ പ്രൊവൈഡ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് എ റിംഗ് വിച്ച് ഇസ് PID but not an Euclidean domain. Justify your choice clearly. Okay, 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി explain the Galois correspondence explicitly by considering the Galois group of splitting field of x cube minus 2 over q. ഫണ്ടമെന്റൽ തിയറംസ് ഓഫ് ഗലോയ്സ് തിയറി. അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അത് ഈ 2 സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഒന്ന് ബ്ലോക്ക് 3യിൽ നിന്നും ഒന്ന് ബ്ലോക്ക് 4ൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ബ്ലോക്ക് 3 മാത്രം പഠിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂ ഇല്ല. അപ്പൊ മിക്സ്ഡ് ആയിട്ട് ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാ ബ്ലോക്കിന്റെയും അറ്റ്ലീസ്റ്റ് HB എങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്കിൽ നിന്ന് ചിലപ്പോൾ 3 മാർക്കോ 4 മാർക്കോ അല്ലേ കിട്ടുള്ളൂ. അപ്പൊ 10 മാർക്കിന്റെ അത്രയും കുറവ് മാർക്കല്ലേ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റുഡൻസിന് വരുന്ന ഒരു പ്രോബ്ലം ആണ്, യു വിൽ നോ ഓൺലി 1 പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അത് ഈ ബ്ലോക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. മനസ്സിലായോ? ഇപ്പൊ അറ്റ്ലീസ്റ്റ് എല്ലാ ബ്ലോക്കും അറിയാനെങ്കിലും നോക്കാം. Okay, പിന്നെ 6th question എന്ന് പറയുന്നത് state clearly and prove the classification of finite group. Use this equation to show that any group of order p square where p is a prime is abelian. Okay, abelian. Determine if the polynomial x cube plus x plus 1 is irreducible over f2. If irreducible, explain the structure of splitting field over f2. അത് നമ്മുടെ ബ്ലോക്ക് 4ൽ നിന്ന് വരുന്നതാണ്. ഫീൽഡ് തിയറിയിൽ നിന്ന് വരുന്ന, ഗാലോയ്സ് തിയറിയിൽ വരുന്നതാണ്. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 1 ബ്ലോക്ക് 1 എന്ന് വരുന്നതാണ്. അപ്പൊ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 4ന്റെയും കോമ്പറ്റീഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പൊ ഇത്രയും ഇത് ഒന്നും കൂടെ അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് സ്ട്രാറ്റജിക്കലി ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ജൂൺ 2025 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും
ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീം ബിഹാഫിൽ ഞാൻ ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. സോ താങ്ക് യു ഗൈസ്.